പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിദാസിനെ അനുസരിച്ച് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3-4 ദിവസങ്ങൾ ശക്തമായ കാറ്റും മഴയും നമ്മളെ വല്ലാതെ ശല്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ക്ലാസ്സുകൾ അല്പം വൈകി. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അതിപ്രധാനമായ ഒരു ക്ലാസ് ആയിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ 21-ാം തിരുവചനം. 21 മുതലുള്ള വചനങ്ങളുടെ 24-ാമത്തെ വചനമാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. അതിപ്രകാരമായിരുന്നു: ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരുന്നു. ആ ഭവനത്തിന്മേൽ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി. ഈ വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു നാം ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കേട്ട ക്ലാസ്സിനെ ആസ്പദമാക്കി അതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, എന്താണ് മഴ? അതിന് അറിവിൻ്റെ തലമുണ്ട്, അതിന് ജ്ഞാനത്തിൻ്റെ തലമുണ്ട്, അതിൽ തന്നെ അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാന തലമുണ്ട്. അറിവിൻ്റെ തലമാണ് ഇപ്പോൾ മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകും, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജ്ഞാനത്തിൻ്റെ തലമാണ് ഇപ്പോൾ നമ്മൾ അല്പം കേട്ടുകൊണ്ടിരുന്നു. ഇനി ഈ വിഷയത്തെ ആസ്പദമാക്കി ഈ 3 വിഷയം, എന്താണ് മഴ, എന്താണ് വെള്ളപ്പൊക്കം, എന്താണ് കാറ്റ് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അതിൻ്റെ സ്വർഗജ്ഞാനം അഥവാ അതീന്ദ്രിയ ജ്ഞാന തലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, മഴ എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ അളവ് എന്നാണ്. അതീന്ദ്രിയ ജ്ഞാന തലമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വിചാരിച്ച പെട്ടെന്ന് കിട്ടത്തില്ല. അല്ലെങ്കിൽ സ്വർഗം അർത്ഥമാക്കുന്ന നിഗൂഢ ജ്ഞാനം എന്ന് വേണമെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയാം. മഴ എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് അളവ്, അതിൻ്റെ അളവ് എന്നാണ്, മഴയുടെ അളവ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം. മഴ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് മഴ പെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ അളവിലായിരിക്കും മഴ പെയ്യുക. ശക്തമായ മഴയാണ് പെയ്യുന്നതെങ്കിൽ ശക്തമായ മഴ പെയ്യും. അത് തൂളുമഴയാണെങ്കിൽ, ചെറിയ മഴയാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഒരു ഏരിയയിൽ മഴ പെയ്യുന്നത് ഒരേ അളവിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അതിന് സ്വീകരിക്കുക, അതിൻ്റെ അതീന്ദ്രിയ തലത്തെക്കുറിച്ചാണ്. അത് സ്വർഗം അർത്ഥമാക്കുന്ന തലം. വെള്ളപ്പൊക്കം എന്ന് പറയുന്ന അതീന്ദ്രിയ തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സ്വീകരണം. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കിണറ്റിൽ വലിയ മഴ, ഒരു പ്രദേശത്ത് വലിയ മഴ പെയ്തു, കിണറ്റിൽ വലിയ വെള്ളം പൊങ്ങുകയാണ്. അല്ല, വെള്ളം പൊങ്ങി വരികയാണെങ്കിൽ ആ കിണറിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തിന് പരിധിയുണ്ട്. ആ പരിധി ഒരു കിണറിൻ്റെ വക്കോളം എത്തിയാൽ അങ്ങനെ നിൽക്കും. മഴ ഒരേപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം അങ്ങനെ നിൽക്കും. അതിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ കിണർ കവിഞ്ഞൊഴുകി വെള്ളം പുറത്തേക്കും. അതല്ലെങ്കിൽ ആ കിണറ്റിൽ കൊള്ളാവുന്നത്ര വെള്ളത്തിൽ ഒരളവിൽ ശേഖരിച്ച് ഉയർന്ന് വെള്ളം പൊങ്ങി. നമുക്കറിയാം, കയറ് ഒഴിച്ചാണ് നമ്മൾ വെള്ളം കോരുന്നതെങ്കിൽ കയറിൻ്റെ ആവശ്യം പിന്നില്ല. പിന്നെ നമ്മൾ വെള്ളം മുക്കിയെടുക്കാം, കിണറ്റിൽ നിന്ന് മുക്കിയെടുക്കാം. അപ്പം അളവിൽ, അതിൻ്റെ അളവ്, അതിൻ്റെ സ്വീകരണം, ആ കിണർ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്. 1 മഴ, അതിൻ്റെ അളവ്. 2 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വീകരണം. ഇനി 3-ാമത്തെ അർത്ഥം കാറ്റിനെ പറ്റി ഞാൻ കുറച്ച് പിന്നീട് പറഞ്ഞുതരാം. അടുത്ത 1-2-3 ക്ലാസ്സിൽ ഇത് മുന്നോട്ട് പോകും, അതിനുശേഷം പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ മഴ എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്, എല്ലാവരുടെയും പ്രദേശങ്ങളിൽ, എല്ലാവരുടെയും ഒരു വലിയ ഗ്രൗണ്ടിൽ ഇറങ്ങി 1000 പേര് നിൽക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മേത്ത്, ശരീരത്തിൽ ഒരേപോലെ ആയിരിക്കും മഴയുടെ അളവ് പതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രത്യേക മഴയാണ് ഈ കാലഘട്ടങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെയ്യുന്ന മഴയെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ജൂൺ മാസത്തിലെ കാലവർഷത്തിൻ്റെ മഴയല്ല, നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് വരുന്ന ചില മഴകളുണ്ട്. അതിൽ ഇന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് സെക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അത് ഞാൻ വിഷയം എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ അളവ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചാൽ അന്ന് ആരുടെയും കൈകളിൽ നമുക്ക് എന്തില്ല, ടച്ച് ഫോണില്ല, അവിടെ ലാപ്ടോപ്പുകളില്ല. അത്യാവശ്യമുണ്ടായിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ റേഡിയോ ആയിരുന്നു.
പിന്നീടുണ്ടായിരുന്നത് ടെലിവിഷനാണ്. ടെലിവിഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ എല്ലാവരും ഒരേപോലെ ഒരുമിച്ചിരുന്ന് കാണുന്നതുകൊണ്ട് അവിടെ മോശമായിട്ടൊന്നും പ്രക്ഷേപണം ചെയ്യാൻ അന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ അത് മാറി എന്തു സംഭവിച്ചു? ഈ ടച്ച് മൊബൈൽ ഫോൺ വന്നപ്പോൾ മൊബൈൽ ഫോൺ സ്വകാര്യമായി നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും സ്വന്തമായി ശേഖരിച്ചു വയ്ക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്ന അവസ്ഥ വന്നു. അതങ്ങനെ വന്നപ്പോൾ എന്തു സംഭവിച്ചു? ഈ സെക്സ് എന്ന വിഷയം വളരെ നിഗൂഢമായിട്ട് പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു അളവ്, മഴയെന്ന് പറഞ്ഞാൽ അളവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ആദ്യ ചെറിയ മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലഘട്ടത്തിൽ അതിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അത് പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ മോഡലും മാറി മാറി വന്നൊരു ടച്ച് ഫോണല്ല, കുറച്ചുകൂടെ മനോഹരമായ ഇതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും ടച്ച് ഫോൺ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഈ തരംഗായ സിനിമകൾ, സീരിയലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആയിരുന്നെങ്കിൽ അതിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ടച്ച് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ അളവ് കൂടി. ആ മഴയാണ് സെക്സ് ആകുന്ന മഴയുടെ അളവ് കൂടി. അത് കൂടിക്കൂടി വന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരിലേക്കും പെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ഇപ്പോൾ കുട്ടികളിൽ വന്നാൽ എന്ത് സംഭവിക്കും? കുട്ടികളുടെ നിയന്ത്രണം വിടും. അത് +2 വിദ്യാർത്ഥികളായിട്ടുള്ളവരുടെ മേൽ ഈ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ വിശുദ്ധി എന്നത് എന്നേക്കുമായിട്ട് നഷ്ടമാകും. വിശുദ്ധിയില്ലാത്ത ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ പറ്റിയൊരു മഴയാണ് ഇന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വീകരണം, അതിൻ്റെ അടുത്ത് തന്നെ അടുത്തന്നെ വെള്ളപ്പൊക്കം. അപ്പോൾ വെള്ളപ്പൊക്കം എന്നുകൂടെ അർത്ഥമാക്കുന്നത് ഇതിനെ എങ്ങനെ മനുഷ്യൻ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്താണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് അപ്പോൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് ഇതിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഈ സെക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അത് ദമ്പതികളുടെ മേൽ പെയ്യുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം ദമ്പതികളുടെ മേലായിരുന്നു ഇത് പെയ്തിരുന്നെങ്കിൽ, അത് അവരായിരുന്നു ഇത് സ്വീകരിച്ചിരുന്നതെങ്കിൽ, പിന്നീട് വന്നപ്പോൾ യുവാക്കന്മാർ യുവതികൾ സ്വീകരിക്കാൻ തുടങ്ങി. അവരുടെ മേൽ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അത് സ്വീകരിക്കൽ. ഒന്നളവ്, രണ്ട് സ്വീകരിക്കൽ. അതവർ കൂടുതൽ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ യുവതി യുവാക്കന്മാരിലേക്ക് വന്നു. പിന്നീട് അത് ദമ്പതികളിലേക്ക് വന്നു, ദാമ്പത്യ യുവതി യുവാക്കളിലേക്ക് വന്നു. പിന്നെ കുട്ടികളുടെ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. കുട്ടികളുടെ മേൽ ഈ മഴ പെയ്യാൻ തുടങ്ങി. അതവർ സ്വീകരിക്കാൻ തുടങ്ങി. വെള്ളപ്പൊക്കമാകുന്ന വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ അത് സ്വീകരിക്കാൻ തുടങ്ങി. അവിടെ കൊണ്ട് നിന്നില്ല. അതിൻ്റെ പ്രശ്നം അവിടുന്ന് അടുത്ത തട്ടിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? സഭയിൽ അത് ആഞ്ഞു വീശി. സഭയിൽ ഈ മഴ അതിശക്തമായി പെയ്യാൻ തുടങ്ങി. സഭയിൽ പെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി? കുടുംബങ്ങളിൽ ഈ സെക്സിൻ്റെ മഴ പെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആധിക്യം, അതിൻ്റെ അമിതമായ ഉപയോഗം, അതിൻ്റെ അമിതമായ സ്വീകരിക്കൽ, അമിതമായ ആസ്വാദനം, അത് സ്വീകരിക്കാൻ തുടങ്ങി മനുഷ്യൻ. അപ്പോൾ ദാമ്പത്യ ജീവിതം കടന്ന് അതെങ്ങോട്ട് മാറി? വൈദികരിലേക്ക് മാറി, അവിടുന്ന് മെത്രാന്മാരിലേക്ക് മാറി, പിന്നെ ഇത് കന്യാസ്ത്രീകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരിലുമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് 1% കർത്താവ് പറഞ്ഞാൽ വിട്ടുവെക്കുകയാണ്. മുഴുവൻ നമ്മൾ അടച്ചു പറയുന്നത് ശരിയല്ല. കർത്താവിന് മുമ്പിൽ 1% എപ്പോഴും കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സംഭവിച്ചെന്താണ്? എല്ലാ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ റീത്തുകളിൽപ്പെട്ടവരുടെ മേലും ഈ സെക്സിൻ്റെ അമിതമായ ആ കടന്നുകയറ്റം, മഴയാകുന്ന കടന്നുകയറ്റം കയറിയപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും സ്വീകരിച്ചു. ആ സ്വീകരണത്തിൻ്റെ ഫലമായി എന്തു സംഭവിച്ചു? വെള്ളപ്പൊക്കം സ്വീകരിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രത്യാഘാതം എന്തായി? അതാണ് ദാമ്പത്യ തകർച്ചകൾ, വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലിക്കുക, വിശ്വാസം ഉപേക്ഷിച്ചു പോകൽ, ദാമ്പത്യ ജീവിതത്തിന് വിലയും നിലയുമില്ലാത്ത അവസ്ഥകൾ. മറ്റൊന്ന്, കൂദാശകളെ ഒരു താല്പര്യമില്ലാത്ത വിധം വെറുത്തുപേക്ഷിക്കുന്ന അവസ്ഥ. എത്രയോ ഡിവോഴ്സുകളാണ് വിവാഹത്തിന് ദേവാലയത്തിൽ വെച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ കൈകൾ കോർത്തു പിടിച്ച് അത് ദൈവത്തിൻ്റെ മുമ്പിലും സഭയുടെ മുമ്പിലും ജനത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാമെന്ന് വാഗ്ദാനം ചെയ്ത് എഴുതി ഒപ്പുവെച്ചെങ്കിൽ അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചെങ്കിൽ ആരംഭിച്ച ദാമ്പത്യ ജീവിതം 5 വർഷമോ 8 വർഷമോ 10 വർഷമോ ഒക്കെ മുന്നോട്ട് പോയി 1-2 കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ പോലും അവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ആഞ്ഞടിക്കൽ എന്തു സംഭവിച്ചു? കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേ വചനം പറയുമ്പോൾ വെള്ളപ്പൊക്കം അതിന്മേൽ ആഞ്ഞടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒഴുക്ക് ശക്തമായിരുന്നു. ആ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് എന്ത് ചെയ്തു? അനേകം ആളുകൾ ആ വെള്ളപ്പൊക്കത്തിലേക്ക് മറിഞ്ഞു വീണു. വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതത്തിൽ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ ജലപ്രവാഹമല്ല, ഈ സെക്സിൻ്റെ അമിതമായ ആസ്വാദനത്തിൽ
ആ വെള്ളപ്പൊക്കത്തിലേക്ക് ആ മഴ പെയ്തപ്പോൾ അതിനകത്തേക്ക് വീണ് നനഞ്ഞ് അതിൽ തകർന്നു പോയ കുടുംബങ്ങളുടെ എണ്ണം നമുക്കറിയാം. വാർത്തകൾ എടുത്താൽ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം മോശമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ കൊലപാതകം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ, ഭാര്യ ആത്മഹത്യ നിലയിൽ, ഭർത്താവ് ആത്മഹത്യ നിലയിൽ, ഇങ്ങനെ നിരന്തരം ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന രീതിയിൽ കട്ടെങ്കിൽ പിന്നീട് ആ മഴയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ആഞ്ഞടിക്കൽ സഭയ്ക്കുള്ളിലേക്ക് വന്നപ്പോൾ സഭയിലെ വൈദികരുടെ മേലും വിവിധ രീതിയിലുള്ള കന്യാസികളുടെ മേലും മെത്രാന്മാരുടെയും മേലും കർദിനാൾമാരുടെ മേലും ഒക്കെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കടന്നു ചെല്ലുകയും ആ വെള്ളപ്പൊക്കത്തിൽ സഭയാകുന്ന സഭ ശരിക്കും ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ ആ ശരീരത്തിനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ വിശുദ്ധിയും പരിശുദ്ധിയുമാകുന്ന ആ ജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ ശോഭയിൽ ഉണർന്നു നിൽക്കേണ്ട കത്തോലിക്ക സഭ എന്തു ചെയ്തു? ആ മണൽത്തിട്ടയിൽ ഭവനം പണിത വീട് തകരുന്നത് പോലെ ഇന്ന് നമുക്കറിയാം. എവിടെയാണ് തീർന്ന് എറണാകുളം അങ്കമാലി രൂപതയിട്ടത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ പ്രത്യേകം അതുമാത്രമാണോ? മറ്റ് കേസ് നടക്കുന്ന മറ്റ് ഓർത്തഡോക്സ് സഭയും മലങ്കര സഭയും ഒക്കെ ഒരുപാട് കേസുകളായിട്ട് മുന്നോട്ട് പോകുന്നു. ദേവാലയങ്ങളിൽ നടക്കുന്ന ശിഥിലമായ അവസ്ഥകൾ, വിശ്വാസം മനുഷ്യന് ഓടിയാകുന്നു. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധി എന്താണെന്ന് ആർക്കും അറിയത്തില്ല. വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇന്ന് വൈദികർക്കോ മെത്രാന്മാർക്കോ സമയമില്ല. അതിന് വചനപോഷണം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു വചനപോഷന് പോലും അറിയത്തില്ല എന്താണ് യേശു ക്രിസ്തു അടിസ്ഥാനമാക്കി ജീവിക്കേണ്ട വിശുദ്ധിയുടെ അളവ് കോലെന്ന് അറിയത്തില്ലാത്ത വിധം വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയപ്പോൾ, വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ എന്തു സംഭവിച്ചു? അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, മഴ പെയ്തു. എന്ത് മഴ പെയ്തു? ഈ അമിതമായ ആസ്വാദനത്തിൻ്റെ, സെക്സ് ആസ്വാദനത്തിൻ്റെ, നിഗൂഢമായി കാണുന്ന ഈ ആസ്വാദനത്തിൻ്റെ മഴ പെയ്തു. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കമുണ്ടായി. അത് സ്വീകരിച്ചു. വെള്ളം പൊങ്ങി കടറ്റിൽ പൊങ്ങി വരുന്ന പോലെ അതിനെ സ്വീകരിച്ചപ്പോൾ എന്തായി? അത് ഒഴുക്കതിന്മേൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞു. ഇതൊരു തിരമാല പോലെ ഈ അമിതമായ ആസ്വാദന ശൈലി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നവരുടെ ദാമ്പത്യ ജീവിതം തകർന്നുപോയി. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പോൾ അവർക്ക് മാതാപിതാക്കന്മാരെ ബഹുമാനമില്ലാത്തവരായി മാറി. മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് അന്യമതസ്ഥരെ വിവാഹം കഴിക്കാൻ അവർക്ക് തയ്യാറായി. മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെടുകയോ അനുസരണശീലം വളർത്തുകയോ അത് നിലനിർത്തുകയോ ചെയ്യുന്ന സ്വഭാവം ഇല്ലാതായി. മറ്റൊന്ന്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് സമയം മാതാപിതാക്കന്മാരെ നോക്കാൻ പറ്റാത്ത ദമ്പതികളുണ്ടായി. മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് അവർ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുകയും അവിടെ ജോലി കാണുമെന്ന് പറഞ്ഞു പോവുകയും തിരിച്ച് വരാതെയും ചെയ്യാതിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുടുംബജീവിതത്തെ എന്നേക്കുമായി തകർക്കുന്ന ഈ പൈശാചിക മഴയുടെ ആധിപത്യം, വെള്ളപ്പൊക്കമാകുന്ന ഈ ശിഥിലീകരണത്തെ അത് പൂർണ്ണമായിട്ടും നമ്മുടെ സഭയിൽ, കുടുംബത്തിൽ വന്നു. അതോടെ ഇപ്പോൾ സഭയിലെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. കുടുംബത്തിലെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. എങ്കിലും പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് മഴ, എന്താണ് വെള്ളപ്പൊക്കം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് അറിവിൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ കിട്ടത്തില്ല. ജ്ഞാനത്തിൻ്റെ തലത്തിൽ കർത്താവ് വചനം എഴുതി വെച്ചു. പക്ഷേ ഇത് ജ്ഞാനത്തിൻ്റെ തലത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വൈദികരോ മെത്രാന്മാരോ വചനപോഷം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതിൻ്റെ അതീന്ദ്ര ജ്ഞാനതലമായ സ്വർഗം അർത്ഥമാക്കുന്ന ജ്ഞാനം, ആ തലത്തിലെ അർത്ഥം നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടുണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ കേട്ടേ പറ്റൂ, കേൾക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. കാരണം ഇതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിൽക്കൽ ആസന്നമായി നിൽക്കുന്ന ഈ സമയത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുകയില്ല, കേട്ടാൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിലോ വാർത്തയിലോ സഭയിലോ കുടുംബങ്ങളിലോ ഈ സംഭവം നടക്കുന്നതിൻ്റെ ആധിക്യം കാണുമ്പോൾ, വിശുദ്ധിയും വിശ്വാസം നഷ്ടപ്പെട്ട് പരസ്പരം തമ്മിലടിക്കുമ്പോൾ, അത് കൊലപാതകത്തിൽ അവസാനിക്കുമ്പോൾ, ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, ഏത് മഴ ഏത് വ്യക്തിയിൽ പെയ്തു, ഏത് വെള്ളപ്പൊക്കം ഏത് സഭയിൽ പെയ്തു, ഏത് മെത്രാനി പെയ്തു, വൈദികരി പെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പോഴാണ്. ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിച്ചു. ലൂക്കായുടെ സുവിശേഷം ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിച്ചു. അപ്പോൾ എന്തു സംഭവിച്ചു? അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഭയുടെ വീഴ്ച വലുതാണോ ചെറുതാണോ? എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നം ചെറുതോ വലുതോ? ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച ചെറുതോ വലുതോ? അവിടെ ആഞ്ഞടിച്ച വെള്ളപ്പൊക്കത്തിൻ്റെ ശക്തി എത്ര ഭയാനകമാണ്. ആഞ്ഞടിച്ച വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് എന്താണ്? സാത്താൻ്റെ വെള്ളപ്പൊക്കമാണ്. സാത്താൻ്റെ പൈശാചി ശക്തിയുടെ ആധിപത്യമാണ്. ആ ആധിപത്യമാണ് സഭയെ, ദമ്പതികളെ, യുവതികളെ, യുവാക്കന്മാരെ തകർത്ത് തരിപ്പതാണെങ്കിൽ, വിശുദ്ധി വ്യതിരിപ്പിച്ചതെങ്കിൽ, വിശുദ്ധി ഉപേക്ഷിച്ചതെങ്കിൽ, കൂദാശിക്ക് പുല്ലുവില കൊടുത്തതെങ്കിൽ, ദേവാലയ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടതെങ്കിൽ,
അത് വെറും ഒരു ചടങ്ങായിട്ട് മാറിയെങ്കിൽ, വെറും ആഘോഷത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ, മറ്റു ചില രീതി പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ ദേവാലയങ്ങളിലും നമുക്കറിയാം എന്ത് സംഭവിക്കും, ദേവാലയങ്ങളിലും ഇടവകളിലൊക്കെ എന്ത് സംഭവിക്കും, തിരുനാൾ ആഘോഷം പറഞ്ഞ് ആഘോഷത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കുറവുമില്ല. പക്ഷേ അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ഈ വെള്ളപ്പൊക്കത്തിൽ തകർന്നു വീണ വിശുദ്ധിയുണ്ട്, തകർന്നു വീണ വിശ്വാസമുണ്ട്, തകർന്നു വീണ സ്നേഹമുണ്ട്, പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്ന ആ സ്നേഹത്തിന് വിധേയത്വമുണ്ട്. ആ വിശുദ്ധിയും സ്നേഹവും നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായ അസ്വസ്ഥതകളുടെ ആഴം വളരെ വലുതാണ്, പരിഹരിക്കാൻ സാധിക്കാത്തതാണ്. നമുക്കറിയാം, സഭകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ, സഭയിലുണ്ടായ തർക്കത്തിൻ്റെ, കുടുംബത്തിലുണ്ടായ ഡിവോഴ്സിൻ്റെ ഒരു ഡിവോഴ്സെങ്കിലും നടന്നതിന് ശേഷം ആ ഡിവോഴ്സിനെ വീണ്ടും സ്നേഹത്തിലൊന്ന് ഒന്നിപ്പിക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും സഭ വിചാരിച്ചാൽ സാധിക്കുമോ? വൈദ്യുതി വിചാരിച്ചാൽ സാധിക്കുമോ? മെത്രമാർ വിചാരിച്ചാൽ സാധിക്കുമോ? കോടതി വിചാരിച്ചാൽ സാധിക്കുമോ? ലോകം വിചാരിച്ചാൽ സാധിക്കുമോ? ആരെങ്കിലും വിചാരിച്ചാൽ സാധിക്കുമോ? ഇത് സഭയിൽ നടക്കുന്ന ശൈഥില്യത്തെ അതിനെ സ്നേഹത്തെ ഒന്നിപ്പിക്കാൻ കോടതി ഇടപെട്ടിട്ട് നടക്കുന്നില്ല. അപ്പം പിന്നെ ആരിടപെട്ട് നടക്കും? കാരണം അതിൻ്റെ തകർച്ച വലുതായിരുന്നു. അതിന്മേൽ വെള്ളപ്പൊക്കത്തിൻ്റെ ആഴത്തിലുള്ള ആഞ്ഞടിക്കൽ അടിച്ചപ്പോൾ സഭയാകുന്ന ആ മണൽത്തിട്ട, സഭയാകുന്ന ആ മണൽ പണിത ആ ശൂന്യമായ ഭവനം അടിച്ച് തകർത്ത് താഴെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാണ്, എന്ത് നിഗൂഢ മഴയാണ് പെയ്തത്. നേരിട്ടുള്ള മഴയല്ല, കണ്ണുകൊണ്ടുള്ള മഴ മനുഷ്യൻ കണ്ടിട്ടില്ല. നേരിട്ട് പ്രകൃതിയിൽ നിന്ന് പെയ്യുന്ന കാലവർഷ മഴയല്ല, അത് നിഗൂഢമായി പെയ്ത മഴയാണ്. ആ നിഗൂഢമായി പെയ്ത, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ മഴയുടെ ശക്തി അതിൻ്റെ അപാര ശക്തിയാണ്. ഒരു ചൂരൽ മലയിൽ പൊട്ടിയ ഒരു ഉരുള് പൊട്ടിയതിനേക്കാൾ ഭീകര ശക്തിയാണ് ആർക്കുള്ളത്? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ വെള്ളപ്പൊക്കത്തിനുള്ളത്. അതുകൊണ്ടാണ് ദാമ്പത്യ തകർച്ച അത് ഭയാനകമായ രീതിയിൽ, എല്ലാവിധ തകർച്ചകളെയും, വ്യക്തിജീവിതം, കുടുംബജീവിതം, സഭാജീവിതം, റീത്തുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് സമൂഹത്തെ ബാധിക്കുന്നു. സമൂഹത്തിലൊരു ഗവൺമെൻറ്റിനെ ഭരിക്കാൻ പറ്റാത്ത വിധം സാമൂഹ്യ സമാധാനം, സാമൂഹ്യ സുരക്ഷിതത്വം നഷ്ടമാകുന്നത് ഈ നിഗൂഢമായ വെള്ളപ്പൊക്കവും ഈ നിഗൂഢമായ മഴയുമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കണം പ്രിയപ്പെട്ടവർ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം ഇതാണ്. ഈ വിഷയത്തെ അധികരിച്ചത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ്. അടുത്തത് വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കർത്താവ് വെളിപ്പെടുത്തിയത് കുറേ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലിൻ്റെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ നമുക്ക് കർത്താവിൻ്റെ ഈ നിഗൂഢ ഒന്നറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം, അതീന്ദ്രിയ ജ്ഞാനതലം, ആ ജ്ഞാനത്തിൽ കൂടെ നമ്മുടെ ആത്മാവിനെ നാം പ്രവേശിപ്പിച്ച് നമ്മുടെ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞൊരു വചനത്തെ ആധാരമാക്കിയാണ് പറയുന്നത്. എന്ത്? നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ജ്ഞാനത്തെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ, ഈ മഴ എൻ്റെ മേൽ പെയ്യാതെ, ഈ വെള്ളപ്പൊക്കം എൻ്റെ മേൽ അഞ്ഞടിക്കാതെ, ഈ കാറ്റൂതാതെ, ഈ വെള്ളപ്പൊക്കം എൻ്റെ മേൽ, ആ ഒഴുക്കിൻ്റെ ശക്തി എൻ്റെ മേൽ തൊടാതെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ ഉള്ള ശക്തി എന്ന് പറയുന്നത് ഈ ഒരു മഴയും നമ്മുടെ ദേഹത്ത് തൊടാതെ ഇരിക്കുവാനുള്ള നിഗൂഢ ജ്ഞാനത്തിൻ്റെ ബോധജ്ഞാനം, ആ മഹത്വത്തിൻ്റെ ദൈവത്തെ തിരിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആത്മീയ ശക്തിയുടെ ഫലം നമ്മൾ ചൂടണം പ്രിയ സഹോദരങ്ങളെ. അത് ചൂടിയില്ല എങ്കിൽ ഇനി വരാനിരിക്കുന്ന മഴ ഇതല്ല. ഈ സെക്സിൻ്റെ മഴയോ അതിൻ്റെ ആസ്വാദനത്തിൻ്റെ മഴയല്ല, ഇതിനേക്കാൾ ഭയാനകമായ വലിയ മറ്റു സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം പതറുകയില്ല, വീണു പോയി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് എഴുതി വെച്ച വചനങ്ങളെ ആധാരമാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വചനം പറഞ്ഞായിരുന്നു. നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞാൽ സഭ ഒരു മണൽത്തിട്ടയാണെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ട് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 18-ാം തിരുവചനമാണ്. 17-ാം തിരുവചനം മുതൽ വായിച്ചാൽ ഇങ്ങനെ കാണാം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിൻ്റെ മണൽത്തിട്ട, സമുദ്രം ക്രിസ്ത്യാനി കത്തോലിക്ക സഭയാകുന്ന സഭയിലെ ജനങ്ങളിങ്ങനെ നിരന്നു നിന്നാൽ ഒരു സമുദ്രം പോലെ ഇങ്ങനെ നിരന്നിരിക്കുന്നു. ആ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട, ആ മണൽത്തിട്ടയ്ക്ക് പോലും വിലയില്ലാത്ത വിശുദ്ധ ജീവിതവും വിശുദ്ധിയും ജ്ഞാനവും നഷ്ടപ്പെട്ട ഒരു മണൽ പോലെയുള്ള സഭയാകുന്ന ഈ സഭയുടെ മേൽ ആ സാത്താൻ നിലയുറപ്പിച്ചെങ്കിൽ ഈ മഴ എന്ന് തോരും? ഈ സമുദ്രത്തിൽ നിന്നും മഴ എന്ന് മാറും? ഈ വെള്ളപ്പൊക്കം എന്ന് മാറുമോ? ഇല്ല. അടിച്ച് തകർത്ത് ശൂന്യമാക്കിയിട്ടേ അവൻ മാറിയുള്ളൂ. അതുകൂട്ട് നിഗൂഢ മഴകളാണ് പെയ്യുന്നത്. രക്തമഴയാണ്. എത്രയോ രക്തമാണ് ചിന്തുന്നത്. എത്ര കൊലപാതകം, എത്ര വ്യഭിചാരങ്ങൾ, എത്ര ആത്മഹത്യകൾ, എത്ര ഡിവോഴ്സുകൾ,
അതെല്ലാം നിഗൂഢമായ രക്തം ചിന്തലാണ്. നിഗൂഢമായ ഈ മഴയ്ക്കും നിഗൂഢമായ ഈ വെള്ളപ്പൊക്കത്തിനും നിഗൂഢമായ ഫലങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കൂടെ ലോകത്തിൽ കാണുകയാണ്. അതുകൊണ്ടാണ് സഭയിൽ ഇത്ര ശക്തമായ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം ഒരുങ്ങിയേ പറ്റൂ. നാം ഒരുങ്ങിയേ പറ്റൂ. അതുകൊണ്ട് നിർബന്ധമായും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ധ്യാനം ചെയ്യാൻ സാധിച്ചില്ല. കാരണം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത മാസം സെപ്റ്റംബർ മാസം 22-ാം തീയതിയോട് കൂടിയാണ് നമ്മൾ ധ്യാനത്തിൻ്റെ ഏകദേശം ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിങ്ങളെ അറിയിക്കാൻ വൈകിയാണ്. കാരണം വെച്ചാൽ കാലാവസ്ഥ മാറിയാൽ, വെള്ളപ്പൊക്കം രൂക്ഷമായാൽ വീണ്ടും ഡേറ്റുകൾ മാറണം. അതുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്ത. കാലാവസ്ഥ മാറിയാൽ നിങ്ങൾ ഡേറ്റുകൾ അറിയിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 22 എന്നുള്ളത് കാലാവസ്ഥ റെഡിയാണെങ്കിൽ അവിടെ ധ്യാനം നടക്കും. അതിന് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ധ്യാന ക്ലാസ്സും കൊടുക്കുകയുള്ളൂ. അല്ലാതെ 1, 2, 5 പേർക്ക് വിളിച്ച് ബുക്ക് ചെയ്താലൊന്നും ധ്യാന ക്ലാസ് കൊടുക്കുന്നതല്ല. അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്ത് പണം അടയ്ക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ 500 രൂപയെങ്കിലും അടച്ച് രജിസ്റ്റർ ചെയ്യണം. ബാക്കി പിന്നീട് ആവശ്യം വന്നാൽ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങില്ല എന്ന് നോക്കും. പക്ഷേ നിങ്ങൾ 500 രൂപ അടച്ച് ഗൂഗിൾ പേ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടി മാത്രമേ ക്ലാസ്സുകൾ നൽകുകയുള്ളൂ. നിങ്ങൾ ഈ ഭൂമിയിൽ കേൾക്കാത്ത ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും നിങ്ങൾ ലഭിക്കുക. നിങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പരാജയം തൊട്ടുമില്ലുണ്ട് നിങ്ങളുടെ കണക്ക് കൂട്ടിക്കുക. കാരണം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത വിധം വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, സെപ്റ്റംബർ 22-ാം തീയതി നടക്കുന്ന ധ്യാന ക്ലാസ്സിലേക്ക് ധ്യാനം കൂടാൻ താല്പര്യമുള്ളവർ പേര് വിളിച്ച് ബുക്ക് ചെയ്ത് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ധ്യാനത്തെ ക്ലാസ് കൊടുക്കുകയുള്ളൂ. അതിനാൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിസ്സാര മഹത്വമല്ല. അതിനെ ആഴി പോലെ പരന്നു കിടക്കുന്ന ഒരു മഹത്വമാണ്. ആ മഹത്വത്തിൻ്റെ ഒരു 2 തുള്ളിയാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നത്. എന്നാൽ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ വിശുദ്ധിയും യേശുവിൻ്റെ ജ്ഞാനവും യേശുവിൻ്റെ സഹനശക്തിയും യേശുവിൻ്റെ വിശുദ്ധിയും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ആത്മാവിൻ്റെ മഹത്വമെല്ലാം നാം തിരിച്ചറിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കത് ധാരാളമായിട്ട് ഒഴുകി വരികയും നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും എല്ലാം അത് നിറഞ്ഞ് കവിഞ്ഞ് അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊടുക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഈ രീതിയിലുള്ള ധ്യാനങ്ങളും ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ കുറയുകയാണ്. വരും കാലഘട്ടങ്ങളിൽ ധ്യാന ക്ലാസ്സുകളിൽ നിന്ന് പോകാനുള്ള പശ്ചാത്തലമാണുള്ളത്. അതുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പേര് വിളിച്ച് ബുക്ക് ചെയ്ത് ധ്യാനത്തിനായിട്ട് ഒരുങ്ങുക. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ ഭവനത്തിലും ധ്യാനത്തിൻ്റെ ക്ലാസ്സുകൾ പശ്ചാത്തലം ഒരുങ്ങുന്നതിന് എൻ്റെ പശ്ചാത്തലം അടുത്ത ദിവസങ്ങളിൽ ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ഭവനത്തിലും ധ്യാന ക്ലാസ്സിൽ ദൂരെ നിന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ധ്യാനം കൂടാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റുകളും നിങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുത്തം നമ്മെ സകല പാപത്തിൽ നിന്നും 1 യോഹന്നാൻ 1:7 അത് നമ്മൾ പഠിച്ചു വെക്കണം, ഓർമ്മിച്ചിരിക്കണം. എങ്ങനെയാണ് നാം ഈ പ്രശ്നങ്ങളിൽ നിന്നും വിശുദ്ധിയുടെ തലത്തിലേക്ക് എടുത്ത് ഉയർത്തപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ശക്തിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്? അതുകൊണ്ട് അവർ പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തിരുത്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷ സ്വന്തമാക്കുക. ആ ക്രിസ്തുവിൻ്റെ തിരുത്തത്തിൻ്റെ അഭിഷേക ശക്തി, ആ യേശുവിൻ്റെ വചനശക്തി, ആ ജ്ഞാനശക്തി നമ്മൾ സ്വന്തമാക്കി നമ്മൾ പിടിച്ചു നിന്നില്ലെങ്കിൽ നാം തകർന്നു പോകും. വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴാനുള്ളതല്ല, പിടിച്ചു നിൽക്കാനുള്ളതാണ്. അതിൻ്റെ ശക്തി വേണമെങ്കിൽ നാം ക്രിസ്തുവിൽ ശരണപ്പെടണം. ഇപ്പം മണൽ പോലെ ദുർബലമായ സഭയെ ആശ്രയിക്കുകയല്ല വേണ്ടത്, പാറ പോലെ ഉറച്ച ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. സഭ ഏത് നിമിഷവും ക്ഷതങ്ങളാൽ, മുറിവുകളാൽ അപ്രത്യക്ഷമാവുകയും കുദാശികൾ നിന്നുപോവുകയും വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്യുന്ന പശ്ചാത്തലം വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ തകരുകയില്ല, നമ്മൾ മറിഞ്ഞു വീഴുകയുമില്ല. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറയിൽ കയറി നിൽക്കാൻ, സഭയാകുന്ന മണലിൽ നിന്നും ക്രിസ്തുവാകുന്ന പാറയിലേക്ക് കയറിയിരിക്കാൻ നമ്മൾ ഓരോരുത്തർ സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.